പച്ചപ്പായലിൻ പലവിധ ശല്യം പണ്ടേ പോലെ ഫലിക്കുകയില്ലിനി. നമ്മുടെ വീടുകളിലും ഓഫീസുകളിലും ഒക്കെ വെച്ചിട്ടുള്ള അക്വേറിയങ്ങളിൽ ഗ്രീൻ ആൽഗെ ഫോർമേഷൻ, പച്ചപ്പായൽ നിറയെ പിടിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പല കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെ ഗ്രീൻ ആൽഗെ ഫോർമേഷൻ ചെയ്ത് നമുക്ക് മീനുകളെ കാണാൻ പറ്റാത്ത രീതിയിൽ അക്വേറിയത്തിൻ്റെ ടാങ്കുകളിൽ കംപ്ലീറ്റും ഈ ഗ്രീൻ ആൽഗെ പറ്റിപ്പിടിച്ച് ഇരിക്കുന്നത്. അപ്പം ഇത് എങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യം, നേരിട്ട് ടാങ്കിലേക്ക് വെയിലടിക്കുക, വെളിച്ചം കൂടുതലായിട്ട് ടാങ്കിലേക്ക് പുറത്തുനിന്നുള്ള വെളിച്ചം വരിക, അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. രണ്ടാമതായിട്ട് സംഭവിക്കുന്നത് NO2, നൈട്രേറ്റ്, അമോണിയ തുടങ്ങിയ ടാങ്കിലെ സാന്നിധ്യം, അതായത് ഫിഷ് ടാങ്കിലെ സാന്നിധ്യം. NO2 വരുന്ന സമയത്ത് ഇത് അധികരിക്കാനുള്ള സാധ്യത കൂടുതലാണ്, ഗ്രീൻ ആൽഗെ അധികരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ വെളിച്ചത്തിൻ്റെ ഉപയോഗം, അതായത് ലൈറ്റിൻ്റെ ഉപയോഗം, ലൈറ്റ് നമ്മൾ അക്വേറിയത്തിൻ്റെ ടോപ്പിലൊക്കെ വെക്കുന്ന ലൈറ്റുകളുടെ ഉപയോഗം, ഇതൊരു പരിധിവരെ ഈ ഗ്രീൻ ആൽഗെ ഫോർമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാകും. അപ്പോൾ ഇതെങ്ങനെയൊക്കെ കുറയ്ക്കാമെന്ന് പറഞ്ഞാൽ, ഒന്ന് കൃത്യമായ ഇടവേളകളിൽ വാട്ടർ എക്സ്ചേഞ്ചിങ് ചെയ്ത് ടാങ്കിൻ്റെ ഗ്ലാസ്സൊക്കെ ക്ലീൻ ആക്കുക. രണ്ട്, ഡയറക്റ്റുള്ള സൺലൈറ്റ് ടാങ്കിലേക്ക് വരാതെ നോക്കുക. ഡാർക്ക് കർട്ടനുകളൊക്കെ ഉപയോഗിക്കുക. ജനലിൻ്റെ സൈഡിലാണ് വെച്ചിരിക്കുന്നത് ഡാർക്ക് കർട്ടനുകളൊക്കെ ഉപയോഗിക്കുക. മൂന്ന്, ലൈറ്റിൻ്റെ വർക്കിംഗ് അവേഴ്സ് കുറയ്ക്കുക. ലൈറ്റ് ഓൺ ആക്കി ഇടുന്നതിൻ്റെ ഓൺ അവേഴ്സ് കുറയ്ക്കുക. പിന്നെ മൂന്നാമത്, നല്ല ബാസിലസ് സ്പീഷീസിൽപ്പെട്ട ബാക്ടീരിയാസ്, ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, ബാക്ടീരിയ ആഡ് ചെയ്യുക. അപ്പോൾ ഈ ബാക്ടീരിയ ഈ അമോണിയ കണ്ടൻറ്റും അതുപോലെ നൈട്രേറ്റ് കണ്ടൻറ്റൊക്കെ വിഘടിപ്പിക്കുകയും ടാങ്കിൽ ഇവർക്ക് ഗ്രീൻ ആൽഗെ അധികം ഫോർമേറ്റ് ചെയ്യാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ്. നല്ല ഫിൽറ്ററുകൾ ഉപയോഗിക്കുക, നല്ല ഫിൽറ്ററുകൾ, UV ഫിൽറ്ററുകളൊക്കെ വലിയ ടാങ്കാണെങ്കിൽ വലിയ UV ഫിൽറ്റർ തന്നെ ഉപയോഗിക്കുക. ചെറിയ ടാങ്കാണെങ്കിൽ ചെറിയ ഫിൽറ്ററുകൾ ഉപയോഗിക്കുക. അതിന് ആപ്റ്റായിട്ടുള്ള രീതിയിലുള്ള ഫിൽറ്ററുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അത് ഉപയോഗിക്കുക. താങ്ക് യു.